നെയ്മർ ജൂനിയർ ഇന്നലെ ഉണ്ടായിരുന്നെങ്കിൽ ബ്രസീൽ തോക്കില്ലായിരുന്നു എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ബ്രസീൽ ഫാൻ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കണം. എന്തായാലും ബ്രസീലും ഫ്രാൻസും തമ്മിലുള്ള മത്സരത്തിലെ 3 പോയിന്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബ്രസീലിലെ ജേഴ്സി അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ക്ലബ്ബുകളുടെയും മറ്റു കാര്യങ്ങളുടെയും ജേഴ്സീസ് എല്ലാം ഒരു അഫോർഡബിൾ പ്രൈസിൽ നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ജോഗോ ബോനിറ്റോ എന്ന് പറയുന്ന ഈ പേജിൽ കയറി മെസ്സേജ് അയച്ചാൽ മതി. യു വിൽ ഗെറ്റ് ഗുഡ് കളക്ഷൻസ് ഓഫ് ജേഴ്സീസ് ദെയർ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, ഇത് ഞാൻ പറഞ്ഞു തുടങ്ങേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ നടന്നിട്ടുള്ള മത്സരങ്ങളും ഇനി നടക്കാൻ പോകുന്ന മത്സരങ്ങളെയും വലിയ കാര്യമായിട്ട് എടുക്കരുത്. എസ്പെഷ്യലി നമ്മൾ അവിടെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എത്രമാത്രം ടീം കോർഡിനേഷൻ എന്ന് പറയുന്ന സാധനം നമുക്കറിയാം. ഫുട്ബോളിൽ ക്ലബ് മാച്ചസിന് ഉള്ള ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. സോ അപ്പോൾ അതിൽ നിന്നും ഒരു ഇന്റർനാഷണൽ ബ്രേക്കിലേക്ക് വരുന്ന കുറച്ച് സമയത്തിനുള്ളിൽ ടീം എത്രമാത്രം സെറ്റാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് 2026 വേൾഡ് കപ്പ് വരാൻ പോവാണ്. അതിനു മുമ്പ് നമ്മുടെ ടീമിനിടയിലുള്ള ഒരു സിങ്ക് എന്ന് പറയുന്ന പരിപാടിയുണ്ട്. അല്ലെങ്കിൽ ഓക്കെ, ഇന്ന പ്ലെയറിന് ബോൾ കൊടുക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ സെറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു സമയം മാത്രമാണ് ഇത്. എന്നിട്ട് പോലും രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫ്രാൻസ് ഒരു ബെറ്റർ സൈഡ് തന്നെയായിരുന്നു. ഇന്നലത്തെ ഏതൊക്കെ രീതിയിൽ നോക്കുമ്പോഴും ഒരു ബെറ്റർ സൈഡ് തന്നെയായിരുന്നു. എന്നിട്ട് പോലും ഈ പറയുന്ന പോലെ തന്നെ 2-1 എന്ന് പറയുന്ന ഒരു സ്കോറിൽ ബ്രസീലിനെ തടയ്ക്കാൻ അവർക്ക് സാധിച്ചുള്ളൂ എന്നാണ് എൻ്റെ ഒരു ടേക്ക് കേട്ടോ. അപ്പോൾ പറയും ഈ പറയുന്ന പോലെ ഫ്രാൻസിന് റെഡ് കാർഡ് കിട്ടിയത് കൊണ്ടല്ലേ എന്നുള്ളത്. ഈ റെഡ് കാർഡ് കിട്ടുന്നതിന് മുമ്പ് വരേക്കും ഇവരുടെ എക്കാലത്തെയും മികച്ച താരമായി മാറാൻ പോകുന്ന എംബാപ്പെ അടക്കമുള്ള എല്ലാവരും അവിടെ കളിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു ഫാക്ട്. ഇതൊരു കുറ്റമായിട്ട് പറയല്ല. അതേസമയം ബ്രസീൽ എന്ന് പറയുന്ന ടീം അവിടെ നോക്കുന്നത്, ആൻഡ് അത് തന്നെയാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു പോയിന്റിൽ പറയാനും ശ്രമിക്കുന്നത്. നെയ്മർ ഇല്ലല്ലോ എന്ന് ആലോചിക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, ഇൻ കേസ് നമുക്ക് 2026 വേൾഡ് കപ്പിൻ്റെ സമയത്തും നെയ്മറിന് പരിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കളിക്കണം എന്നുള്ളതിൻ്റെ ഒരു ട്രയൽ കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സോ അതിനുള്ളൊരു പരീക്ഷണം, എങ്ങനെയൊക്കെ പരീക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ അതിൽ ടെൻഷൻ ആവണ്ടപ്പാ. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇന്നലത്തെ മത്സരത്തിൽ ദ ബെസ്റ്റ് പ്ലെയർ കസമേറോ ആണെന്നുണ്ടെങ്കിൽ ആ ബ്രസീലിൻ്റെ ജേഴ്സിയിൽ 10ാം നമ്പറിൽ കളിക്കണമെങ്കിൽ കുറച്ചും കൂടെയൊക്കെ മൂക്കണം എന്നെനിക്ക് തോന്നി കേട്ടോ. ഇത് വിനീഷ്യസ് ജൂനിയർ എന്ന് പറയുന്ന താരത്തെ കൊച്ചാക്കി പറയുന്നതല്ല. അതായത് അതിന് ബോൾ കിട്ടി കുറേ ഓടിയത് കൊണ്ടും വിങ്ങിലൂടെ ക്രോസ് ചെയ്ത് കയറിയത് കൊണ്ടും അല്ലെങ്കിൽ ബോൾ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതല്ല. ആ ഒരു 10ാം നമ്പറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി ഇന്നലെ വിനീഷ്യസ് ജൂനിയറിൻ്റെ ആ 10ാം നമ്പർ ജേഴ്സിയിൽ അത്ര അങ്ങോട്ടുള്ളൊരു പെർഫോമൻസ് എനിക്ക് പേഴ്സണലി ഇഷ്ടമായില്ല എന്നുള്ളതും ഒരു സൈഡാണ് കേട്ടോ. ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. 2026 വേൾഡ് കപ്പിൽ ബ്രസീൽ ടീമിൽ നെയ്മർ വേൾഡ് കപ്പ് കളിച്ചിരിക്കും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമൻറ്റ് കറോ.